നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴ വില്ലനായി വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകാതെ മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർ. മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങി. പുഴയിലെ വെള്ളത്തിലും നിറവ്യത്യാസമുള്ളതായും പരാതി. സംഭവത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മണലിപ്പുഴയിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യം. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ ഈ മാസം 26 മുതൽ 30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മധ്യമേഖലാ ജാഥയ്ക്ക് പുതുക്കാട് യൂണിറ്റിൽ സ്വീകരണം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിലെ നന്ദിക്കര സൗഹൃദ റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകാത്തതിന്റെ വിഷമത്തിലാണ് മറ്റത്തൂരിലെ മാങ്കുറ്റുപാടം പാടശേഖരത്തിലെ കർഷകർ. മഴ കനത്തു പെയ്തതാണ് മാങ്കുറ്റുപാടത്തെ മുണ്ടകൻ കൊയ്ത്ത് പ്രതിസന്ധിയിലാക്കിയത്. 17 ഹെക്ടറോളം വരുന്ന പാടശേഖരത്തെ നെല്ല് കൊയ്തെടുക്കാൻ തുടങ്ങിയ സമയത്ത് മഴയെത്തിയതാണ് ഇവിടത്തെ കർഷകർക്ക് വിനയായത്. മഴയിൽ മണ്ണ് കുതിർന്ന കണ്ടങ്ങളിൽ കൊയ്ത്ത് യന്ത്രമിറങ്ങിയപ്പോൾ ചെളിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥ വന്നതിനെ തുടർന്ന് കൊയ്ത്ത് നിർത്തിവെക്കേണ്ടി വന്നു. ചെളിയിൽ താഴ്ന്ന കൊയ്ത്ത് യന്ത്രം ടില്ലറുകളുടെ സഹായത്തോടെയാണ് വലിച്ചു പുറത്തെടുത്തത് തിരികെ കൊണ്ടുപോയതും. ഇതുമൂലം മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ ഏതാനും ഏക്കർ സ്ഥലത്തു മാത്രമാണ് ഇതുവരെ കൊയ്ത്ത് നടത്താനായത്. മഴ പെയ്ത് നിറയെ വെള്ളം നിൽക്കണ്. വണ്ടി ഇറങ്ങി കൊയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വൈക്കോലൊക്കെ കംപ്ലീറ്റ് ചെളിയിൽ താന്ന് പോയി. അതുകൊണ്ട് കുറേ കൊയ്യാൻ പറ്റില്ല. വണ്ടി ഇന്നലെ 11 മണിക്ക് താന്നിട്ട് ഒരു രാത്രി 10 മണിക്ക് കയറ്റി പോയി. ഇനിയും കൊയ്യാനുണ്ട്. അവസ്ഥ ഇത് തന്നെയാണ്. മുണ്ടകൻ കൊയ്തെടുക്കുമ്പോൾ കിട്ടാറുള്ള വൈക്കോൽ ഇത്തവണ കർഷകർക്ക് ഒട്ടും തന്നെ ലഭിക്കാത്ത സ്ഥിതിയാണ്. കണ്ടങ്ങളിൽ വെള്ളവും ചെളിയും ഉള്ളതിനാൽ കൊയ്ത്ത് നടക്കുമ്പോൾ തന്നെ വൈക്കോൽ ചെളിയിൽ പൂണ്ടുപോകുന്നതാണ് കാരണം. കൃഷി ഇറക്കുന്നതിനുള്ള കൂലിച്ചെലവ് മുൻ വർഷങ്ങളിൽ വൈക്കോലിന്റെ വിലയായി കിട്ടാറുള്ളത് ഇത്തവണ ഇല്ലാതായത് കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട്. ഒന്നുകിൽ സമൃദ്ധിയായിട്ട് വെള്ളം വേണം, അല്ലെങ്കിൽ നിലം ശരിക്കും ഉണങ്ങണം. അപ്പോഴേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്നാൽ തന്നെ വൈക്കോൽ മുഴുവൻ പോവും, ചീഞ്ഞു പോവും, വെള്ളത്തിൽ ഇതിൽ താന്നു പോവും. ആ വെള്ളത്തിലിറങ്ങി ഇനി കൊയ്യാൻ പറ്റുന്ന വിഷയം വന്നാലേ കൊയ്യാൻ പറ്റുള്ളൂ. വേനൽ മഴ തുടരുകയാണെങ്കിൽ മാങ്കുറ്റുപാടത്തെ നെല്ല് കൊയ്തെടുക്കാനാകാതെ നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക. വെള്ളത്തിലിറങ്ങി കൊയ്ത്ത് നടത്തുന്ന യന്ത്രം എത്തിച്ച് എത്രയും വേഗം കൊയ്തെടുക്കലാണ് ഇതിനുള്ള പരിഹാരം. എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ കണ്ടങ്ങളിൽ വെള്ളം നിറയണം. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളം തുറന്നുവിട്ട് പാടശേഖരത്തേക്ക് വെള്ളം എത്തിച്ചാലേ ഇത്തരത്തിൽ കൊയ്ത്ത് നടത്താൻ കഴിയൂ. ഇതിനായി പാടശേഖര സമിതി ഭാരവാഹികൾ ഇറിഗേഷൻ അധികൃതരെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും പാടശേഖര സമിതി സെക്രട്ടറിയുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു. തൽക്കാലം ഇനിയിപ്പോൾ വെള്ളം വിട്ടിട്ട് വെയിൽ എത്ര കണ്ടാലും 1 മാസം കഴിയാണ്ട് ഉണങ്ങില്ല. അപ്പോഴേക്കും ഈ നെല്ലിൻ്റെ കുഞ്ചിയൊക്കെ ഒടിഞ്ഞു തുടങ്ങി, നെല്ലിൻ്റെ കഴുത്ത് ഭാഗമൊക്കെ ഉണങ്ങി തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് മഴയും വെയിലും കാരണം പെട്ടെന്ന് ആ കുഞ്ചി ഒടിഞ്ഞ് കതിര് മുറിഞ്ഞ് കണ്ടത്തിൽ പോകാനുള്ള ചാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും 3-4 ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ മറ്റത്തൂർ ബ്രാഞ്ച് കനാലിൽ 3-ാം തീയതിയാണ് തോന്നുന്നു, അതതിന് മുന്നാണോന്നറിയില്ല വെള്ളം വിടേണ്ടത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഇറിഗേഷൻകാരോട് ഇപ്പോൾ പെട്ടെന്ന് വെള്ളം വിടാൻ പറയുകയാണ്. ഇത് കൊയ്തെടുക്കാണ്ട് എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കൊയ്ത്ത് പൂർത്തിയാക്കാൻ വൈകുന്തോറും വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിർ കുലകൾ ഒടിഞ്ഞു വീഴാനും മഴയിൽ മുളച്ചു നശിക്കാനും ഇടവരുമെന്നതിനാൽ എത്രയും വേഗം കനാൽ വെള്ളം തുറന്നുവിട്ട് പാടശേഖരത്തിൽ വെള്ളം നിറയ്ക്കാനും വെള്ളത്തിലിറങ്ങുന്ന യന്ത്രം കൊണ്ടുവന്ന് നെൽക്കതിരുകൾ കൊയ്തെടുക്കാനും സൗകര്യമൊരുക്കി തരണമെന്ന അപേക്ഷയാണ് അധികൃതർക്ക് മുന്നിൽ ഇവിടത്തെ കർഷകർക്ക് വെക്കാനുള്ളത്. മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങി. പുഴയിലെ വെള്ളത്തിലും നിറവ്യത്യാസമുള്ളതായും പരാതി. സംഭവത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മണലിപ്പുഴയിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യമുയരുന്നു. എരവക്കാട് ഓടഞ്ചിറ ഷട്ടർ തുറന്നതിനു ശേഷമാണ് വെള്ളത്തിൽ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയതെന്നും മീനുകൾ ചത്തുപൊങ്ങുന്ന സ്ഥിതി ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. മണലി പാലത്തിന് സമീപം വരെ മണലിപ്പുഴയിൽ സമാന അവസ്ഥയാണുള്ളത്.
കുടിവെള്ള പദ്ധതിക്ക് അടക്കം ഉപയോഗിക്കുന്ന വെള്ളമാണിത്. ഷട്ടർ തുറക്കുമ്പോൾ നഞ്ചു കലക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ജലം മലിനമായതിന്റെ കാരണം പരിശോധന നടത്തി കണ്ടെത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ജലസേചന അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാലിന്യ കൂമ്പാരം കൊണ്ട് നികത്തിയെടുക്കുന്ന കുഴികളും കാലങ്ങളായി ലവണാംശം അടിഞ്ഞ് തരിശായി കിടക്കുന്ന കളിമണ്ണെടുത്ത അഗാധ ഗർത്തങ്ങളും മഴയിൽ നിറഞ്ഞ് പുഴയിലേക്ക് ഒഴുകിയതാണോ, പുഴയിൽ വിഷമയമായ എന്തെങ്കിലും കലർന്നതാണോ എന്നും വ്യക്തത ഉണ്ടാക്കണമെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതിയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ആവശ്യപ്പെട്ടു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ രണ്ടാമത് കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ ഈ മാസം 26 മുതൽ 30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വചന പ്രഘോഷകനും രോഗശാന്തി ശുശ്രൂഷകനുമായ ബ്രദർ സാബു ആറുതൊട്ടിയിൽ നയിക്കുന്ന കൺവെൻഷൻ ബുധനാഴ്ച വൈകിട്ട് 5:30 ദിവ്യബലിക്ക് ശേഷം ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 മുതൽ 9:30 വരെയാണ് കൺവെൻഷൻ. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഷിബു നെല്ലിശ്ശേരി, ജനറൽ കൺവീനർ ജോസ് പയ്യപ്പള്ളി, കൈക്കാരൻ ദേവസി മാന്യൂക്കാരൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ബിജു പാണാടൻ, പബ്ലിസിറ്റി കൺവീനർ സോണി കോട്ടക്കൽ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങ ഇടവകയിലെ രണ്ടാമത്തെ വർഷമാണ് ഈ കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നത്. സാബു ആറുതൊട്ടി എന്ന് പറഞ്ഞ പേരുള്ള ബ്രദറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ധ്യാനങ്ങൾക്ക് അനേകായിരങ്ങൾ തടിച്ചുകൂടാറുണ്ട്. ഈ വർഷം നാളെ മാർച്ച് മാസം 26-ാം തീയതി വൈകിട്ട് 5:30 ആരംഭിക്കുന്നത്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മധ്യമേഖലാ ജാഥയ്ക്ക് പുതുക്കാട് യൂണിറ്റിൽ സ്വീകരണം നൽകി. സുരക്ഷിത തൊഴിൽ, കാലാനുസൃതമായ ശമ്പളം, ശാന്തമായ തൊഴിലിടം തുടങ്ങി മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള ജാഥയുടെ ക്യാപ്റ്റൻ VP ബാബുരാജ്, വൈസ് ക്യാപ്റ്റൻ P ശ്യാംദാസ്, ഡയറക്ടർ PV ചന്ദ്രബോസ് എന്നിവരാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ നന്ദിക്കര സൗഹൃദ റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, CU സന്തോഷ്, CD ജൂനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 12,14,789 രൂപയും ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപയും ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. പാമ്പ് കടിയേറ്റ യുവതിയുമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ കാർ പാലിയേക്കര ടോൾ ജീവനക്കാർ തടഞ്ഞു നിർത്തിയതായി പരാതി. കല്ലേറ്റുങ്കര സ്വദേശിനിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അടിയന്തര ആശുപത്രി ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടും 7 മിനിറ്റ് വൈകിപ്പിച്ചതായാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലെന്ന കാരണം പറഞ്ഞ് യാതൊരുവിധ മാനുഷിക പരിഗണനയും നൽകാതെ 180 രൂപ വാങ്ങിയ ശേഷമാണ് തുറന്നുവിട്ടതെന്നും ആരോപണമുണ്ട്. ടോൾ കമ്പനിക്ക് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്ക് കാണുന്ന വിധം പ്രദർശിപ്പിക്കണമെന്നും ഇത്തരമൊരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത് സഹായിക്കുമെന്നും പൊതുപ്രവർത്തകനായ PC സുഭാഷ് പറഞ്ഞു. CPM നേതാവായിരുന്ന MA കാർത്തികേയന്റെ ചരമവാർഷിക ദിനത്തിൽ CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണമ്പേട്ടയിൽ അനുസ്മരണ സമ്മേളനം നടത്തി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സോജൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, കാർത്തികേയന്റെ സഹധർമ്മിണി KJ ശാന്ത, ഡിക്സൺ, PR പ്രസാദൻ, MR രഞ്ജിത്ത്, PK വിനോദ്, ജോഷി മന്നളി തുടങ്ങിയവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് മുൻപായി ചുങ്കത്തുനിന്നും ആരംഭിച്ച പ്രകടനം മണ്ണമ്പേട്ടയിൽ അവസാനിച്ചു. കൊടകര വെല്ലപ്പാടി പൂതിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രകുളത്തിൽ നടന്ന ആറാട്ടിന് തന്ത്രി അഴകത്ത് മനയ്ക്കൽ മാധവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച നടന്ന പള്ളിവേട്ടയോടനുബന്ധിച്ച് കാഴ്ചശീവേലി എഴുന്നള്ളിപ്പിൽ ചീരോത്ത് രാജീവ് തിടമ്പേറ്റി. മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് മരുത്തോമ്പള്ളി രാജുവാര്യരും നേതൃത്വം നൽകി. പള്ളിവേട്ട, പുറപ്പാട്, പള്ളിവേട്ട, പാണ്ടിമേളം എന്നിവ ഉണ്ടായി.
പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം മാർച്ച് 31 ആഘോഷിക്കും. പുലർച്ചെ 5 ഗണപതി ഹോമം, രാവിലെ 6 മുതൽ ശുദ്ധികലശം, ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ, രാവിലെ 9 എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 11:30 പ്രസാദ ഊട്ട്, വൈകിട്ട് 6:30 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് ഗുരുതി തർപ്പണം തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. നിർദ്ദിഷ്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം നേതൃത്വത്തിൽ മാർച്ച് 28 ഡൽഹിയിൽ ധർണ നടത്തുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം സംസ്ഥാന കോർഡിനേറ്റർ ബേബി മാത്യു കാവുങ്കലും സംസ്ഥാന പ്രസിഡന്റ് ജോസി പി തോമസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ മരണ വാറണ്ടായ കടൽ മണൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന ആവശ്യമുന്നയിച്ചാണ് ഡൽഹിയിൽ ധർണ സംഘടിപ്പിക്കുന്നത്. മണൽ ഖനന പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിലൂടെ തീരദേശ ജനതയുടെ ആരാച്ചാരായി കേന്ദ്ര സർക്കാർ ഫലത്തിൽ മാറിയിരിക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല, കേരളത്തെ ആകെ ചതിച്ച് വഞ്ചിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ പദ്ധതിയുടെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. വിലപിടിപ്പുള്ള ധാതുക്കൾ വൻതോതിൽ കടൽ മണൽ ഖനനത്തിന്റെ മറവിൽ കടത്തുവാനാണ് ലക്ഷ്യമിടുന്നത്. തീരത്ത് നിന്നും 2 നോട്ടിക്കൽ മൈൽ ദൂരപരിധിയിലാണ് മത്സ്യങ്ങൾ മുട്ടയിടുന്നത്. മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന ഈ മേഖലയിൽ നടത്താൻ പോകുന്ന മണൽ ഖനനം മത്സ്യസമ്പത്ത് തുടച്ചു നീക്കപ്പെടുന്നതിന് കാരണമാകും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാകും. കേരളത്തിലെ കാലാവസ്ഥയ്ക്കും പരിസ്ഥിതിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഖനനം മൂലം സംഭവിക്കാൻ പോകുന്നത്. വനസംരക്ഷണത്തിന് മുറവിളി കൂട്ടുന്ന പരിസ്ഥിതി പ്രവർത്തകരും സംഘടനകളും കടൽ മണൽ ഖനനം ചെയ്യാനുള്ള നീക്കത്തിൽ മൗനം പാലിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാർച്ച് 28 ശേഷം കേരളത്തിലെ കടൽ തീരങ്ങളിലുടനീളം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. മെയ് അവസാന വാരം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന തീരദേശ മാർച്ചും നടത്തുമെന്ന് ബേബി മാത്യു കാവുങ്കലും ജോസി പി തോമസും അറിയിച്ചു. മാർച്ച് 28 ഡൽഹിയിൽ നടക്കുന്ന ധർണ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് ചീഫ് വിപ്പ് എൻ ജയരാജ്, തോമസ് ചാഴിക്കാടൻ, സ്റ്റീഫൻ ജോർജ്, MLA-മാരായ ജോബ് മൈക്കിൾ, പ്രബോധ് നാരായൺ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്നിവർ ധർണയിൽ പങ്കെടുക്കും. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം ഈ മാസം 28-ാം തീയതി ഡൽഹിയിൽ ജന്തർ മന്ദിറിലേക്ക് പാർലമെൻറ്റ് മാർച്ചും ധർണയും നടത്തുന്നു. കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ സമാരാധനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP ധർണാ സമരം ഉദ്ഘാടനം ചെയ്യും. നിർദ്ദിഷ്ട കേന്ദ്ര സർക്കാർ പദ്ധതിയായ കടൽ മണൽ ഖനനത്തിനെതിരെ കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് 22 മാസങ്ങളോളമായി പണി കഴിഞ്ഞു കിടക്കുന്ന കോർപ്പറേഷൻ ഒല്ലൂർ സോണൽ ഓഫീസ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒല്ലൂർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പടിക്കല അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവീസ് ചക്കാലയ്ക്കൽ, കൌൺസിലർമാരായ EV സുനിൽ രാജ്, സനോജ് കാട്ടുകാരൻ, നിമ്മി റപ്പായി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി, NP രാമചന്ദ്രൻ, ശ്രീനാഥ് നന്ദകുമാർ, ടോണി തോമസ്, ജയ മുത്തിപ്പിടിക, ഷോമി ഫ്രാൻസിസ്, ഷീല രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി കാണാം ഇൻഫോടോക്ക്. ഗ്രാമ്പു മികച്ചൊരു ഔഷധമാണെന്ന് തന്നെ പറയാം. ഗ്രാമ്പുവിന്റെ ഇല, മൊട്ട്, വേര് എന്നിവയെല്ലാം ഔഷധ ഗുണമുള്ളവയായി കാലാകാലങ്ങളായി പരിഗണിക്കപ്പെടുന്നു. പ്രോട്ടീൻ, സ്റ്റാർച്ച്, കാൽസ്യം, അയഡിൻ തുടങ്ങിയ വ്യത്യസ്ത അളവിൽ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്രാമ്പു കഴിച്ചാലുള്ള ചില ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം. ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പു. ഗ്രാമ്പു ചതച്ച് പല്ലിന്റെ പോടിൽ വച്ചാൽ വേദന ശമിക്കും. പല്ലുവേദന അകറ്റാനും മോണരോഗങ്ങളിൽ നിന്നും അണുനാശിനിയായി പ്രവർത്തിക്കാനുള്ള ശേഷി ഗ്രാമ്പുവിനുണ്ട്. ഉണങ്ങിയ ഗ്രാമ്പു പൊടിച്ച് ചെറുതേനിൽ ചേർത്ത് കഴിച്ചാൽ ചുമ, പനി, കഫക്കെട്ട് എന്നിവയ്ക്ക് ശമനം ലഭിക്കും.
വൈറസുകൾ, ബാക്ടീരിയകൾ, വിവിധയിനം ഫംഗസുകൾ മുതലായവയ്ക്കെതിരെ ഗ്രാമ്പൂ പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രാമ്പൂവിൽ യൂജനോൾ എന്ന സംയുക്തം അടങ്ങിയിരിക്കുന്നു. ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതാണ്. ഗ്രാമ്പൂവിലടങ്ങിയ സംയുക്തങ്ങൾ അൾസർ ഭേദമാക്കുന്നു. പ്രമേഹം ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾക്കുള്ള പാരമ്പര്യ ഔഷധമായി ഇത് ഉപയോഗിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു. ആർത്തവ സമയത്തുണ്ടാകുന്ന കഠിനമായ വയറുവേദനയെ അകറ്റാൻ ഗ്രാമ്പൂ മികച്ചൊരു പ്രതിവിധിയാണ്. ഗ്രാമ്പൂ ഭക്ഷണത്തിൽ ചേർക്കുന്നത് രുചി കൂട്ടുക മാത്രമല്ല, ഒപ്പം ദഹനത്തിനും ഇത് സഹായിക്കുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദം വേണം. അപേക്ഷകർ 35 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9645212660. കെൽട്രോൺ നോളജ് സെന്ററിൽ 3 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫൈബർ ഒപ്റ്റിക് ടെക്നോളജിയിലേക്ക് പ്രവേശനം ആരംഭിച്ചു. SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് മുൻഗണന. ഫോൺ 0495 2301 772 9526871584. സ്വർണവില. സ്വർണം ഗ്രാമിന് 8185 രൂപയും പവന് 65,480 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴ വില്ലനായി വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകാതെ മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർ. മണലിപ്പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങി, പുഴയിലെ വെള്ളത്തിലും നിറവ്യത്യാസമുള്ളതായും പരാതി. സംഭവത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും മണലിപ്പുഴയിലെ ജലം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ആവശ്യം. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ കൃപാഗ്നി ബൈബിൾ കൺവെൻഷൻ ഈ മാസം 26 മുതൽ 30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ മധ്യമേഖലാ ജാഥയ്ക്ക് പുതുക്കാട് യൂണിറ്റിൽ സ്വീകരണം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ നന്ദിക്കര സൗഹൃദ റോഡിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.